ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ. സോ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കോഴിക്കോടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു, നൊസ്റ്റാൾജി അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈനോട്ട് നമുക്ക് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാലോ എന്ന് തോന്നിയത്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി നിന്നിട്ട് അതൊരു മോർണിംഗ് റൂട്ടീനായി പോയി. ഡേ ഇൻ മൈ ലൈഫൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ട് പോവുക കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച് ഒരു 6-6:30 ആകുമ്പോഴേക്കും എണിക്കത്തുള്ളൂ. അഖിലേട്ടൻ ആദ്യമേ എണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഫോണിൽ കളിക്കാൻ വേണ്ടി എണിക്കുകയാണ്. എനിക്കിങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ചീത്ത പറയും. എനിക്ക് അഖിലേട്ടൻ്റെ വീട്ടിലാവുമ്പോൾ അങ്ങനെ ചീത്ത പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്നാലും ഞാൻ പറയും. അഖിലേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ചീത്ത പറയും ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫോണിൽ കളിക്കും, കാരണം വേറെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ. അപ്പം ഞാൻ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ എണിച്ച് ഫോണിൽ കളിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എണിച്ചാൽ പിന്നെ ഫോണിൽ കളിക്കാത്ത പോലെ നിൽക്കും കേട്ടോ. അങ്ങനെ രാവിലെ എണിച്ചു, പല്ലൊക്കെ തേച്ചിട്ട് ചായ കാപ്പി പിന്നെ രാവിലത്തേക്കുള്ള കുക്കിങ്, ഉച്ചക്കലത്തേക്കുള്ളത് എല്ലാം എടുത്തു വയ്ക്കും. 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വേഗം വേഗം ആവും. പിന്നെ ഞാൻ അങ്ങനെ കറി, മറ്റേ സാമ്പാർ, രസം അങ്ങനെയൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും മോര് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തൈരിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ. നല്ലൊരു സാധനം ദേഹത്തേക്ക് ചെന്നാലും. അപ്പോൾ അതാണ് കഴിക്കുക. പിന്നെ ഉപ്പേരി, വെജീസ് നന്നായിട്ട് കഴിക്കാനും ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി വെക്കേണ്ട ആ ഒരു കഷ്ടപ്പാടില്ല. പിന്നെ അഖിലേട്ടനും ഒരു തൈര് അത്രയും ഇഷ്ടമാണ്, എന്നെക്കാട്ടിൽ ഇഷ്ടമാണെന്ന് പറയാം. അങ്ങനെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു, ഓരോന്ന് ചെയ്യുക. മഴയൊന്നും ഇല്ല കേട്ടോ, ചൂടുകാലം പോലെ ഉണ്ട്, അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. പിന്നെ ചീര ഉപ്പേരിയാണ് കേട്ടോ വെച്ചത്. ചീര വന്നിട്ട് എൻ്റെ വീട്ടിലുണ്ടായ ചീരയാണ്, ഫ്രഷ് ചീരയാണ് കേട്ടോ. സോ ആ ചീര, എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീര ഉപ്പേരിയൊക്കെ വെക്കുകയാണ് കേട്ടോ. സോ കുഞ്ഞ് ചീഞ്ചട്ടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എന്തോ കളിയാക്കുക എന്തോ ചെയ്തപ്പോൾ ഞാൻ തലയിൽ 2 ചൊട്ടൊക്കെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അഖിലേട്ടൻ ഈ ചീര ഇത്രയൊക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചു, പക്ഷെ അത് ചുരുങ്ങുന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ഹെവി ആയിട്ടൊന്നും തോന്നില്ല. നമ്മൾ ലൈക്ക് പറയുന്നത്, നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിലത്തെ പണി അങ്ങനെയൊന്നും തോന്നില്ല. പിന്നെ അഖിലേട്ടനും അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ അത്യാവശ്യം. പക്ഷേ ഇന്നിപ്പോൾ എന്തോ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, ദൃഢമോ എന്തോ ഒരു സിനിമ കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ രാവിലെ നേരത്തെ. ഇപ്പോൾ 7:09. അഖിലേട്ടൻ എന്താ ഫ്രിഡ്ജിനെ വായി നോക്കിക്കൊണ്ടിരിക്കണേ. ഇടിയാപ്പമായിട്ടുണ്ട്. പിന്നെ ഞാൻ ചീരപ്പേരി, ചോറ് സെറ്റ്, പിന്നെ തൈരും ഉണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കണം. വൃത്തികേടായി. ചീര ഇങ്ങനെ ചെറിയൊരു ചീഞ്ചട്ടിയാണ്, അതിലിങ്ങനെ സ്റ്റഫ് ചെയ്തപ്പം ചുറ്റുഭാഗത്തും പൂക്കളം ഇട്ടിട്ടു. അങ്ങനെ ആ ഒരു സമയത്ത് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഖിലേട്ടൻ പോയിട്ടൊക്കെ പിന്നെ വൃത്തിയാക്കാനൊക്കെ നിൽക്കത്തുള്ളൂ. ചിലപ്പോൾ അപ്പം തന്നെ വൃത്തിയാക്കും. എനിക്ക് പുറത്തുള്ള കുറച്ച് പേരോടൊക്കെ സംസാരിക്കുന്നത് രാവിലെ ആയിരിക്കും, കാരണം USA രാത്രി എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ ആണല്ലോ. ആ സമയത്ത് സംസാരിക്കും. പിന്നെ അന്നുള്ള ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ച് അങ്ങനെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. മാത്രം പറയണ്ട. ഇതെപ്പെടുത്ത് എപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണ്ടു. എന്നിട്ട് പഴയതാണ്. ഇങ്ങനെ നോണ പറയണ അഖിലേട്ടാ. ഇതുപോലത്തെ 10 എണ്ണം ഉണ്ടാവും. അപ്പൊ അതിന്റെ വേറെ കളർ എടുത്തിരിക്കുക. അഖിലേട്ടൻ്റെ ഒരേപോലത്തെ 4-5 ഷർട്ട്സ് ഉണ്ടാവും. സെയിം സാധനമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിക്കും തന്നെത്താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കിക്കോട്ടെ എന്നുള്ളത്. പിന്നെയും ഇടയിൽ ചിലപ്പോൾ വൈഫ് എന്നുള്ളൊരു ആൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്ന് വന്നിട്ട് ഞാൻ ഉത്തരവാദിത്തം കാണിച്ച് ചീത്ത പറയാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഫോണിൽ കളിക്കുക തന്നെ ആയിരിക്കും പണി കേട്ടോ. 8:30 വരെ ആക്കണമല്ലോ, 8:30 അഖിലേട്ടന് പോകണ്ടുള്ളൂ. സോ പിന്നെ ഈ രാവിലെ 7 മണിക്കൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉച്ചയ്ക്ക് വിശക്കില്ലേ. അപ്പോൾ ഒരു 8 മണിക്ക് ശേഷമല്ലേ രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നെ അഖിലേട്ടൻ പോയ ശേഷം മാത്രമേ ഞാൻ പിന്നെ അടിച്ചു വാരുക, പിന്നെ അങ്ങനെയുള്ള ഞാൻ കുളിക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അഖിലേട്ടന് ഫുഡ് ഞാനിപ്പോൾ മാക്സിമം ഇവിടെ നിന്ന് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചോറ്, തൈര്, എന്തെങ്കിലും നല്ല വെജീസ്, കൂടുതൽ വെജീസൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ചോറ് ഇച്ചിരി എങ്ങനെയാണോ ഇഷ്ടത്തിന് അതിനനുസരിച്ച് വെജീസൊക്കെയാണ് ശ്രദ്ധിക്കുക. ഇനി കുറച്ചും കൂടെ ഗ്രാൻഡാക്കി കൊടുക്കണം ലഞ്ച് ബോക്സ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ടാറ്റ ബൈ നേരത്തെ വരണം എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിനുശേഷം എനിക്ക് ഇവിടുന്ന് ഒരു ഹോണടി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കണം, എന്നിട്ട് ഞാൻ ടാറ്റ കാണിച്ച് വിടും കേട്ടോ. അപ്പം എന്നെ ഇങ്ങനെ ചരിഞ്ഞ് കാണുന്നുണ്ടാവും അല്ലേ, കാരണം ഇവിടുത്തെ ട്രൈപോഡ് ഉണ്ടല്ലോ, നല്ല കമ്പനിയാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ലിങ്ക് ഞാൻ കൊടുക്കാം.
നല്ല കമ്പനിയാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ചരിഞ്ഞു. ഒരു 5 വർഷത്തോളമായിട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ട്രൈപോഡ് ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങി, ഓൺലൈൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള സാധനം. ഇപ്പം അതിന് കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ അഖിലേട്ടൻ പോയി കണ്ടില്ലേ, ബെഡ് അഖിലേട്ടൻ മടക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് അളവിലായിരിക്കും കേട്ടോ, കണ്ടില്ലേ, കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടായിരിക്കും മടക്കി വെച്ചിരിക്കുക. കുറച്ച് OCDയുടെ കുഴപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട്. കാരണം ഈ OCD ചെറുതായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ വൃത്തിയാക്കേണ്ടതിൽ അത്ര ഇത് വരില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നാലും, കോളേജല്ല പഠിപ്പിച്ചു കഴിഞ്ഞ് വന്നാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വൃത്തികേട് കണ്ട അപ്പം തുടയ്ക്കാൻ നിന്നോളൂ. അപ്പോൾ OCD ഉള്ള ഭർത്താക്കന്മാരെ കെട്ടുക, സെറ്റായി. പിന്നെ അഖിലേട്ടൻ്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ആൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഏകദേശം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അതൊരു ഗുഡ് തിങ് ആയിട്ട് ഞാൻ കാണുന്നു. അതിനുശേഷം ഞാനൊക്കെ ഇങ്ങനെ ഒപ്പാക്കി വെക്കുകയാണ്. കാരണം എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ എല്ലാം ഒപ്പാക്കി വെച്ചിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് കഴുകി വെച്ചിട്ട് പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. 10 മണിക്ക് ശേഷമൊക്കെ ആയിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് തല നനച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ വീടെത്തിയിട്ട് വീട്ടിലാണ് 2 പ്രാവശ്യമൊക്കെ തല നനച്ചത്. ഇവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടർ ആണോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് തല നനച്ചിട്ടില്ല, മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് തല നനച്ച് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പേടിയും ഉണ്ട്. കാരണം കോഴിക്കോടായതുകൊണ്ട് ചെറിയൊരു പനി വന്നാൽ പോലും ഇപ്പം എന്തൊക്കെയോ പനികളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ട് തല നനച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുക. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അഖിലേട്ടൻ്റെ അമ്മയ്ക്കായാലും ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അവരതെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്തുവാ ഇതെന്ന്. പക്ഷെ ഞാനിപ്പോൾ അടുക്കളയിൽ വന്നപ്പോഴാണ് അഖിലേട്ടൻ ഒരു സാധനമൊക്കെ മാറ്റി വെച്ചപ്പോൾ എനിക്കത് മനസ്സിലായത്. കാരണം അത് അവിടെ തന്നെ ഇരിക്കണം എന്ന് തോന്നി. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡ്നെസ് എനിക്ക് പിടികിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ സാധനമൊക്കെ ഒപ്പാക്കിയ ശേഷം ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി, മേല് കഴുകാൻ വേണ്ടി പോയി. പെട്ടെന്നൊരു കിളി വന്ന് ജനലിലിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്നെ ആരും ഫോട്ടോ എടുക്കുന്നതായിട്ട് തോന്നി. ഞാൻ പേടിച്ചു പോയി. അതാണ് ഞാൻ ഈ അന്തം വിട്ട എക്സ്പ്രഷൻ തരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ക്ലാസ്സിനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ 10 മണിക്കുള്ള ക്ലാസ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഈ ഒരു ട്രൈപോഡിൻ്റെ ലിങ്ക് പറ്റിയാൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നതാ. നല്ല ട്രൈപോഡാണ് കേട്ടോ. ഏകദേശം 5 വർഷത്തിലേറെയായി ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുന്നു. ഇപ്പം അതിൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡില്ലേ, അതിന് മാത്രമേ ഒരു ചെറിയ കേടുള്ളൂ. പറഞ്ഞാൽ ചിലപ്പോൾ ചെരിഞ്ഞിരിക്കും, പക്ഷെ അത് നമ്മൾ ഒപ്പാക്കിയാൽ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത്ര അല്ലാതെ നല്ല സ്റ്റാൻഡ്, ഞാൻ 2 സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ എനിക്ക്. അതും നല്ലതാണ്, ഇതും നല്ലതാണ്. രണ്ടും പറ്റിയാൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ അന്നത്തെ ദിവസം രാവിലെ ചെറിയൊരു തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തലവേദനയായിട്ട് മാറിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുഖത്തൊക്കെ രാവിലെ കുഞ്ഞി പെയിനായിരുന്നേ. കാരണം എനിക്ക് ഇരുട്ടും വെളിച്ചവും ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് തലവേദന എടുക്കും. എപ്പോഴും വരാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും. ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടോ. പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് ടയേർഡ്നെസ് ഉണ്ട്. ഒപ്പം തന്നെ എനിക്ക് എന്താ പറയുക ബോറടിച്ചിട്ടുള്ള ടയേർഡ്നെസ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. നല്ല ക്ലാസ് കഴിഞ്ഞു, എന്നാലും ബോറടി ഉണ്ട്. എത്രയൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും, പ്രത്യേകിച്ച് ഇവിടെ തുണിയൊക്കെ കിടക്കുന്നുണ്ട്. ഫുള്ള് അഖിലേട്ടൻ്റെ ആണ്. ഞാൻ അധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എനിക്ക് അധികം ഡ്രസ്സ് ഇല്ല കേട്ടോ. ധാവണി അങ്ങനെയുള്ള ഡ്രസ്സസൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലൊക്കെ ഞാൻ റിപ്പീറ്റഡ് ഡ്രസ്സാണ് ഇടുക. എനിക്കിഷ്ടം, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു 3-4 ഡ്രസ്സ് ഉണ്ടാവും. അതാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിലും കണ്ടത്. റിപ്പീറ്റഡ് ഡ്രസ്സാണ് ഇടുക. അപ്പം എനിക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അഖിലേട്ടൻ്റെ ആണ് കേട്ടോ. സോ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യണം. പക്ഷെ എങ്ങനെ ഇനി സമയം 11:46 ആയിട്ടുള്ളൂ. ഇനി ഈ ഒരു സമയത്തുനിന്ന് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. ഫസ്റ്റ് ടൈം അങ്ങനെ കുറച്ച് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.